ഹലോ ഡേ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ +2 ബോർഡ് എക്സാം എല്ലാം കഴിഞ്ഞു. ഇനി നീറ്റിന് ഗൗരവമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വിചാരിക്കുന്ന 2026 നീറ്റിനെ അപ്രോച്ച് ചെയ്യാൻ വിചാരിക്കുന്ന ആളുകളൊക്കെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. നമുക്ക് എന്തായാലും മുഴുവൻ ചാപ്റ്ററുകളും ഒന്നിച്ച് ഭയങ്കര ഇൻറ്റൻസീവായി പഠിക്കാനുള്ള സമയമില്ല. അതുപോലെ തന്നെ റിപ്പീറ്റേഴ്സും കുറേയൊക്കെ പല ഭാഗങ്ങളും പഠിച്ച് അവസാനം എത്തിയപ്പോഴേക്കെല്ലാം ബ്ലാങ്ക് ആയി സാർ, ഒന്നിന് തുടങ്ങണമെന്ന് തോന്നുകയാണ്. അങ്ങനെ വിചാരിച്ചിരിക്കുന്നവർക്കാണ് ഈ വീഡിയോ. മുഴുവൻ പാഠഭാഗങ്ങളും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റൊക്കെ ചെയ്യുന്ന കുട്ടികൾ അവരുടെ അതേ പഠനത്തിൽ മുന്നോട്ട് പോകണം, നന്നായി ക്വസ്റ്റ്യനുകളൊക്കെ ചെയ്യണം. അവർ ഈ വീഡിയോ കണ്ടിരിക്കേണ്ടതില്ല. വളരെ ഫ്രഷായി സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന +2കാരും അതുപോലെ തന്നെ മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ടും ഇപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുന്നില്ല, എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് സാർ, എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി പറഞ്ഞുതരുമെന്ന് മെസ്സേജ് അയച്ച റിപ്പീറ്റേഴ്സും അവർ രണ്ട് കൂട്ടരുമാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണേണ്ടത്. ഞാൻ ഫിസിക്സിനെ ഒന്ന് കീറി മുറിക്കാൻ പോകുന്നതാണ്. ഫിസിക്സിൽ ഏതൊക്കെ ഭാഗങ്ങൾ നന്നായി പഠിച്ചാലാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ചില കുട്ടികളൊക്കെ എപ്പോഴും പറയാറുണ്ട് ഈ ഫിസിക്സ് ആണ് ഏറ്റവും വലിയ പ്രശ്നം, ബയോളജി ഒക്കെ നന്നായി ലൈൻ ടു ലൈൻ വായിച്ച് തീർന്നു, കെമിസ്ട്രിയും കോൺഫിഡൻ്റ് ആണ്, കുറച്ച് ചാപ്റ്ററുകളേ ഉള്ളൂ. ഫിസിക്സിൽ ഒരു മിനിമം മാർക്കെങ്കിലും സ്കോർ ചെയ്യുകയാണെങ്കിൽ ബയോളജിയുടെയും കെമിസ്ട്രിൻ്റെയും കൂടെ ഹെൽപ്പോട് കൂടി എനിക്കൊരു സീറ്റ് കിട്ടുമായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ഫിസിക്സിനെ മൂന്നാമത്തെ ഒരു സബ്ജക്റ്റായിട്ട് കാണുന്ന ആളുകളാണ് ഈ വീഡിയോ നന്നായിട്ട് കാണേണ്ടത്. നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഫിസിക്സിൽ ഒരു മിനിമം മാർക്ക് സ്കോർ ചെയ്യാൻ എന്തായാലും പറ്റും. ഫിസിക്സിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഈ വീഡിയോ. മാത്രമല്ല ഈ വീഡിയോൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 30 ലാസ്റ്റ് ഡേ സ്ട്രാറ്റജികൾ, ലാസ്റ്റ് 30 ഡേ സ്ട്രാറ്റജികൾ, ഞാൻ അതിൻ്റെ ലാസ്റ്റ് 30 ഡേ സ്ട്രാറ്റജി എന്ന പേരിൽ 30 വീഡിയോകൾ, 30 ലൈവ് സെഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്നുണ്ടാവും. ഇതിൽ ഞാൻ ഓരോന്നും പിൻ പോയിന്റ് ചെയ്യുന്ന ഓരോ ടോപ്പിക്കുകളും വെച്ച് 30 ലൈവുകൾ ഞാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ കൂടെ 1.5 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ നീളുന്ന ആ ലൈവുകളിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഈ ടോപ്പിക്കുകൾ, ഞാൻ ഇപ്പം പറയുന്ന ഹോട്ട് ടോപ്പിക്കുകൾ, ഞാൻ എന്തുകൊണ്ടാണ് ആ ടോപ്പിക്ക് സെലക്ട് ചെയ്തതെന്നും ഏതൊക്കെയാണ് ആ ടോപ്പിക്കുകളെന്നും ആ ഓരോ ടോപ്പിക്കുകളിലുമായിരിക്കും നമ്മൾ ലൈവ് സെഷൻസ് ഉണ്ടാകുക എന്നും ആ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നതാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പം അതിൽ ഏറ്റവും ഒന്നാമത്തെ നിങ്ങൾക്ക് ബോർഡിൽ കാണുന്ന പോലെ ഡയമെൻഷൻസ് ആണ്. 2030 മുതലുള്ള നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഡയമെൻഷൻസ് എന്നും ഡയമെൻഷണൽ അനാലിസിസ് എന്നും കൂടെ 6ഉം 7ഉം ടോട്ടൽ 13 ക്വസ്റ്റ്യൻസ്, 6 ഡയമെൻഷണൽ അനാലിസിസ് ക്വസ്റ്റ്യൻസും 7 ഡയമെൻഷണൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെ 2 ടോപ്പിക്കായിട്ടാണ് ഞാൻ അതിനെ വിളിക്കുന്നത്, ഡയമെൻഷൻസും ഡയമെൻഷണൽ അനാലിസിസും. അതിൽ മൂന്നാമത് നമുക്ക് നോക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് വെലോസിറ്റി ആൻഡ് സ്പീഡ്. നമുക്ക് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, സ്പീഡ്, ഇതിൻ്റെ അടിപൊളിയായിട്ടുള്ള ആവറേജ് വെലോസിറ്റി ക്വസ്റ്റ്യൻസ്, നല്ല നിലവാരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ക്വസ്റ്റ്യൻസ്. ഡിസ്പ്ലേസ്മെന്റ് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്, അങ്ങനെ പഠിച്ചു വെച്ചാൽ പോരെ, വേറെ എന്താ അതിലുള്ളതെന്നൊക്കെ തോന്നും. നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് നീറ്റിന് NCERT എക്സസൈസ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അതുപോലെ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ചെറിയ ഡിഫറൻസുകൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ തെറ്റാവുന്ന കുറേ രസകരമായിട്ടുള്ള ഫ്ലിപ്പ് ചെയ്യുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പം ഇതാണ് ആ ഒരു മൂന്നാമത്തെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത്. നാലാമതായിട്ട് കൈനമാറ്റിക് ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് കൈനമാറ്റിക് ഇക്വേഷൻസ് 3 അല്ല 5 ആണ്. കാരണം 5 ആളുള്ള ഒരു കളിയിൽ ഒരാളെ മാറ്റി നിർത്തി ഇക്വേഷൻ എഴുതുമ്പോൾ 5 ഇക്വേഷൻ ഉണ്ടാവും. v=u+at ഒരു ഇക്വേഷൻ ആണ്. അങ്ങനത്തെ 4 ഇക്വേഷൻ ഇനിയും ഉണ്ട്. കാരണം ഇവിടെ 5 പേരുണ്ട്. ഈ ഇക്വേഷനിൽ 4 പേരാണ് ഉള്ളത് അല്ലേ. 4 പേരാവാൻ കാരണം അതിൽ S പറഞ്ഞ ആളില്ല. അപ്പോൾ T പറഞ്ഞ ആളില്ലാത്ത, A പറഞ്ഞ ആളില്ലാത്ത, U പറഞ്ഞ ആളില്ലാത്ത, V പറഞ്ഞ ആളില്ലാത്ത ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം പഠിച്ചു വെച്ച് കൈനമാറ്റിക് ഇക്വേഷൻ ലോജിക്കലി ആക്സിലറേറ്റഡ് മോഷൻസിൽ അപ്ലൈ ചെയ്യാം. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻസിൽ കൈനമാറ്റിക് ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് അത് കൺസെപ്ച്വലി ഫ്രം ബേസ് നമ്മൾ പറയുന്നുണ്ടാവും. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, തിങ്ക് ഡിഫറൻറ്റ് എന്ന് പറയുന്ന പേരിൽ ഞാനൊരു സീരീസ് ചെയ്യുന്നുണ്ട്. ആ സീരീസ് കുറച്ചെല്ലാം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് കുറച്ചുകൂടി ലോജിക്കൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് കാണിക്കുന്ന സീരീസാണ്. അത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ കാണാൻ പാടില്ല, അവർക്കത് മനസ്സിലാവില്ല. ഈ ഒരു സീരീസിൽ ഫ്രം ദ ബേസ് എന്താ കൈനമാറ്റിക് ഇക്വേഷൻ, എങ്ങനെ അത് വന്നെന്നത് മുതൽ അതിനെ പൊക്കി നീറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലുള്ള ക്വസ്റ്റ്യൻ വരെ ഈ ടോപ്പിക്കിന് ചെയ്യുന്നുണ്ടാവും. ഈ ടോപ്പിക്കിൻ്റെ പ്രത്യേകത കൈനമാറ്റിക് ഇക്വേഷൻസ് മാത്രം 7 ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് നീറ്റ് പല എക്സാമുകളിലായി ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വേറൊന്ന് നോക്കാം, മൊമെന്റം ആൻഡ് ഫോഴ്സ്, ലോസ് ഓഫ് മോഷനിലെ ഈ ഒരു കോൺസെപ്റ്റ് കറക്റ്റ് കിട്ടിയാൽ എൻ്റെ ലോസ് ഓഫ് മോഷൻ കിട്ടിയ പോലെയാണ്. കാരണം ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, F=ma, വേറെ ഒറ്റ ഇക്വേഷൻ ഇല്ല. ഒരുപാട് ഷോർട്ട് കട്ട് ഇക്വേഷൻസ് ഒക്കെ കാണാൻ പഠിക്കുന്നതിന് പകരം F=ma എന്ന് ഉൾക്കൊണ്ടാൽ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ F=ma ഒന്ന് ഉൾക്കൊള്ളാൻ പോകുന്നുണ്ടാവും. അതാണ് 5ാമത്തെ ടോപ്പിക്ക്. 6ാമത്തെ ടോപ്പിക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഒരുപാട് ക്വസ്റ്റ്യൻസ്
പിന്നെ ഡിഫിക്കൽട്ടി MA വെച്ച് 7 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് നീറ്റിന്. അതിൽ ഫ്രീ ബോഡി ഡയഗ്രാം വിത്ത് ഫ്രിക്ഷൻ ഓർ വിതൗട്ട് ഫ്രിക്ഷൻ ഒക്കെ 6 ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ്. 7th പവർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് NCERT ഒരുപാട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും എക്സസൈസ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പവർ എന്ന് പറയുന്ന ഭാഗം. ഹൈറ്റിലൊരു ടാങ്ക് കയറ്റി വെച്ച് അവിടേക്ക് വെള്ളം പമ്പ് ചെയ്ത് വെള്ളത്തിൽ അല്ലേ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നമ്മൾ ലെവൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. മറ്റൊന്ന് കൊളിഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ നമ്മളൊരു ദിവസം കൊളിഷനെ മാത്രം അങ്ങ് എടുത്ത് വെച്ച് കീറി മുറിക്കും. അപ്പോൾ കൊളിഷൻസിൽ ഏറ്റവും ലെവൽ ക്വസ്റ്റ്യൻ മുതൽ ഏറ്റവും ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻ വരെ യൂട്യൂബിൽ നമ്മൾ ആ ക്ലാസ് ഇടും. നിങ്ങൾ ചെയ്യേണ്ടത് ആ ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് രേഖപ്പെടുത്തുക. അത് കുറേ ആളുകളിലേക്ക് റീച്ച് ആവണം, നമുക്ക് കുറേ കുട്ടികൾക്ക് അത് ഹെൽപ്ഫുൾ ആവണം. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ കുട്ടികൾ അറിയാനും നമ്മുടെ ക്ലാസ്സിൽ കുട്ടികൾ കാണാനും ഒക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കൊളിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 8ഓളം ക്വസ്റ്റ്യൻസ് ടോട്ടൽ നീറ്റിന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പല വർഷങ്ങളിലായിട്ട്. മൊമെന്റ് ഓഫ് ഇനേഷ്യ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഡിഫറെൻറ്റ് ബോഡീസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യയും അതിന്റെ ലോയും ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫ്രം ബേസിക് ടു ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതിന്റെ ആക്സിലറേഷൻസും വെച്ചിട്ടുള്ള രസകരമായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നീറ്റിന് ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഏകദേശം 6 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, നിങ്ങൾക്കറിയാം യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, ബൾക്ക് മോഡുലസ്. ഇതിൽ ഇക്വേഷൻസ് ജസ്റ്റ് ഭയങ്കര സിമ്പിളാണ് ബോർഡ് എക്സാമുകൾക്കൊക്കെ. എന്നാൽ എൻട്രൻസിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് രസകരമായിട്ടുള്ള ഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ രസകരമായിട്ടുള്ള നല്ല ചോദ്യങ്ങൾ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഹോട്ട് ടോപ്പിക്കുകൾ. ഞാൻ ലൈവിൻ്റെ പ്രൊമോഷനിൽ ഇത് നിങ്ങൾക്ക് ആ ടോപ്പിക്കുകൾ കാണിച്ചു തരാൻ കൂടി വേണ്ടിയാണ്. മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റിന്ന് 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഹീറ്റ് ട്രാൻസ്ഫർ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ കണ്ടക്ഷൻ കൺവെക്ഷൻ റേഡിയേഷനിലെ കണ്ടക്ഷനിൽ പിന്നെ ഒരു ഇരുമ്പൊക്കെ നമ്മൾ ചൂടാക്കിയാൽ അതിലൂടെ ഹീറ്റ് പോകുന്നത് കണ്ടക്ഷൻ അല്ലേ, അതിന്റെ ഇക്വേഷൻസ് ഉണ്ട്. ഓംസ് ലോയിൽ എന്തൊക്കെ പഠിച്ചോ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ അതെല്ലാം കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യാം. കാരണം സംതിങ് വിച്ച് ഫ്ലോ ഈസ് കോൾഡ് കറണ്ട്. അവിടെ വാട്ടർ ആണ് ഒഴുകുന്നത്, വാട്ടർ കറണ്ട്. ഇവിടെ ഹീറ്റ് ആണ് ഒഴുകുന്നത്, ഹീറ്റ് കറണ്ട്. അവിടെ ചാർജ് ആണ് ഒഴുകുന്നത്, ചാർജ് കറണ്ട് അല്ല, ഇലക്ട്രിക് കറണ്ട് അല്ലേ. അപ്പം കറണ്ട് ആണ് ഇവിടെ ഉള്ളത്. അത് കണ്ടക്ഷൻ, കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ തിയറിറ്റിക്കൽ ഭാഗമാണ്. റേഡിയേഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു 2 മണിക്കൂറിൽ ഒരു ലൈവ് എടുത്ത് കയറി മുറിക്കുന്നുണ്ടാവും. ആ പാട്ടിൽ നിന്ന് മാത്രം 7 ക്വസ്റ്റ്യൻസ് നീറ്റിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ബേസിക് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ ബേസിക് ലോസ് 6 ക്വസ്റ്റ്യൻസ് ആണ് അവിടുന്ന് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്. സെക്കൻഡ് ലോ ഇപ്പം ഇല്ല, 0th ലോ ഉണ്ട്. അത് വെച്ചിട്ടുള്ള രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് ലോ വെച്ചിട്ടുള്ള രസകരമായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ലോ ഉണ്ടാക്കാൻ പറ്റും, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം ബേസ് മുതൽ ടോപ്പ് ലെവൽ വരെ നമ്മൾ ലൈവിൽ പറയുന്നുണ്ടാവും. അതുപോലെ വർക്ക് ഡൺ ഇൻ ഡിഫറെൻറ്റ് പ്രോസസ്. ഇതൊരു ഭീകരമായിട്ടുള്ള ഏരിയയാണ്. ഇത് 2 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് ഡൗട്ടാണ് ഒരു ലൈവിൽ. എന്നാൽ നമ്മൾ ശ്രമിക്കുന്നുണ്ടാവും. ഐസോതെർമൽ പ്രോസസ്, അഡയാബാറ്റിക് പ്രോസസ്, 4 പ്രോസസ്സ് ഉണ്ട്. ജനറലി കോസിസ്റ്റാറ്റിക് പ്രോസസ്സ്, പോളിട്രോപ്പിക് പ്രോസസ്സ്, സൈക്ലിക് പ്രോസസ്സ് ഒക്കെ വേറെ ഉണ്ട്. അപ്പോൾ പ്രോസസ്സുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. അതുപോലെ ഹീറ്റ് എഞ്ചിൻ ആൻഡ് റെഫ്രിജറേറ്റർ ഇപ്പം ഇല്ല. ജനറൽ ഹീറ്റ് എഞ്ചിൻ്റെ കോൺസെപ്റ്റും കാർനോട്ട് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പണ്ടത്തെ നീറ്റ് ക്വസ്റ്റ്യൻസിൽ ഇത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് വലിയ റെലവൻസ് ഇല്ല. എന്നാൽ 6 ചോദ്യങ്ങൾ മുമ്പ് ചോദിച്ചൊരു ഏരിയയാണിത്. ഇതിൻ്റെ ഒരു പാർട്ട് ഇപ്പോഴും ഉണ്ട്. മറ്റൊന്ന് നോക്കാം, വേരിയസ് ലോസ്. അതായത് തെർമോഡൈനാമിക്സിൽ തന്നെ കൈനറ്റിക് തിയറി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബോയിൽസ് ലോ, ചാൾസ് ലോ, പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ EMIയിലേക്ക് കുറച്ച് ലോകളൊക്കെ ഒന്ന് പഠിച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടും. വേരിയസ് ലോസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കാണുന്നില്ലല്ലോ, 6 ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ SHM, ഇത് നിങ്ങൾക്കറിയാം ഓസിലേഷൻ എന്ന ചാപ്റ്ററിലെ ഈ ബേസിക് കോൺസെപ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ SHMുമായിട്ട് ബന്ധപ്പെട്ട് 9 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഓർഗൻ പൈപ്പ് ഇവരുടെ ഒരു സ്ഥിരം വേട്ടമൃഗമാണ്. ഓർഗൻ പൈപ്പ്സിൻ്റെ ഭാഗം, ഓപ്പൺ ഓർഗൻ പൈപ്പ്, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്, അത് വെച്ചിട്ടുള്ള റെസൊണൻസ് കോളം എക്സ്പെരിമെൻറ്റ്സ്, അതുപോലെ സോണോമീറ്റർ സംഭവങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ട് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. 9 ക്വസ്റ്റ്യൻസാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഞാൻ വീഡിയോ നിങ്ങളെ സമയം മെനക്കെടുത്തേണ്ട വിചാരിച്ചാണ് കേട്ടോ സ്പീഡിൽ പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന +2 ചാപ്റ്ററില്ല, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, ചാർജസ് ആൻഡ് ഫീൽഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാലേ ഇവിടെ ചെയ്യാൻ പറ്റും. അതപ്പം ഒരു ലൈവിൽ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ടച്ച് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പിന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ടത് ഒരു ഹോട്ട് ടോപ്പിക്കാണ്. കുറേ ചോദ്യങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. 6 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓംസ് ലോ, അതുപോലെ തന്നെ റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ പാർട്ടിൽ നിന്ന് ഏകദേശം 10ഓളം ക്വസ്റ്റ്യൻസ് മുൻകാലങ്ങളിൽ നീറ്റിന് ചോദിച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അതുപോലെ ഇലക്ട്രിക് പവർ, ഇത് മാത്രം ഒരു ഡേയിൽ നമ്മളൊരു 1 മണിക്കൂറിൻ്റെ അടുത്ത് ലൈവ് എടുക്കുന്നതായിരിക്കും. പല ഡിഫറൻ്റ് ആയിട്ട് ഇതിൻ്റെ ആസ്പെക്റ്റുകളൊക്കെ ടച്ച് ചെയ്ത്, ഇത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ നന്നായി അറിയാമെങ്കിൽ ഇത് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ രൂപത്തിലൊക്കെ ഓരോ ഹോട്ട് ടോപ്പിക്കുകൾ എടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇലക്ട്രിക് പവർ ഒരു ടോപ്പിക്കായിട്ട് എടുക്കുന്നുണ്ടാവും. കാരണം പവറിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് മാത്രം 6 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്.
അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, ഒരു കറണ്ട് ക്യാരിയിങ് വയറിലൂടെ പിന്നെ കറണ്ട് ക്യാരിയിങ് വയർ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അല്ലെങ്കിൽ റിംഗ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അങ്ങനത്തെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് എന്ന് പറഞ്ഞ ഭാഗത്തെ ഇക്വേഷൻസ് ഒക്കെ കീറി മുറിച്ചുകൊണ്ടുള്ള μ0I/2πr ഇൻഫിനിറ്റും പിന്നെ സെമി ഇൻഫൈനൈറ്റും ഒക്കെ ഉള്ള രൂപത്തിലുള്ള കുറേ ക്വസ്റ്റ്യൻസ്, രസകരമായ ക്വസ്റ്റ്യൻസ് അവിടെ ചെയ്യാം. അതുപോലെ AC അക്രോസ് LCR സർക്യൂട്ട് അറിയണമെങ്കിൽ ഇൻഡക്ടർ ഓൺലി, കപ്പാസിറ്റർ ഓൺലി, റെസിസ്റ്റർ ഓൺലി സർക്യൂട്ടുകളുടെ മിക്സ് ആണ് ഇത്. അപ്പോൾ ആ ചാപ്റ്റർ വൃത്തിക്ക് അറിഞ്ഞാൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞ് ഇത് ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യുന്നൊക്കെ കാണിച്ച് നോർമൽ രീതിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ അപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കുറച്ച് സ്പീഡിലാക്കിയൊക്കെ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്ന ഫ്രം ബേസ് ടു ടോപ്പ് ഒരു ബിഗിനേഴ്സ് ലെവലുള്ള ആൾക്ക് പോലും അത് മനസ്സിലാക്കിയെടുക്കാവുന്ന രൂപത്തിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. അതുപോലെ കുഞ്ഞു ചാപ്റ്റർ എങ്കിലും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എപ്പോഴും ഇവരുടെ സ്ഥിരം വേട്ടമൃഗമാണ്. ഇത് കുഞ്ഞു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ 10ഓളം ക്വസ്റ്റ്യൻസ് ടോട്ടൽ നീറ്റിന് ഇതുവരെ ഇവിടുന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഈ റിഫ്രാക്ഷൻ ആൻഡ് ഡിസ്പേർഷൻ ബിക്കോസ് ഓഫ് എ പ്രിസം കാരണമുള്ള എന്ന് മാത്രമല്ല റിഫ്രാക്ഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ലെൻസൊക്കെ വെച്ച് സംസാരിക്കുമ്പോൾ ലെൻസിലൂടെയുള്ള റിഫ്രാക്ഷനും അതിൻ്റെ ലെൻസ് ഇക്വേഷനിലേക്കും മിറർ ഇക്വേഷൻസിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് മിററിൽ റിഫ്ലക്ഷൻ ആണ്, ലെൻസിലേക്കൊക്കെ വരുമ്പോൾ റിഫ്രാക്ഷൻ അവിടെ കാര്യമായി വരുന്നുണ്ട്. റയോപ്റ്റിക്സിൻ്റെ ഒരു കോർ പാർട്ടാണ് ഇത്. അപ്പോൾ ഇതൊരു ഡേയിൽ നമ്മൾ ലൈവ് എടുത്ത് ഫ്രം ടോപ്പ് ടു പിന്നെ ബേസ് ടു ടോപ്പ് സംസാരിക്കുന്നുണ്ടാവും. വേറൊരു കാര്യം ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. നമ്മളെ ബാഹുബലിയിൽ പിന്നെ ദേവസേന മകൻ്റെ തലയർത്തുകൊണ്ട് വരുമ്പോൾ പൽവാൽദേവൻ നോക്കുന്ന സാധനമില്ലേ, അത് ഏതാണ്? അങ്ങനത്തെ കുറേ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് NCERT പരിചയപ്പെടുത്തുന്നുണ്ട്. സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഒക്കെ. അതിൻ്റെ ട്യൂബ് ലെങ്ത് എന്താണെന്നൊക്കെ NCERT പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ച് ട്യൂബ് ലെങ്ത് എന്ന് പറയുന്നത് 2 ലെൻസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. യഥാർത്ഥത്തിൽ ട്യൂബ് ലെങ്ത് അതല്ല. അത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നിന്ന് മാറി ടെലസ്കോപ്പിലേക്ക് വരുമ്പോൾ ട്യൂബ് ലെങ്തിൻ്റെ കോൺസെപ്റ്റ് പിന്നെയും മാറുന്നു. ഭയങ്കര രസകരമായിട്ടുള്ള ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. നമ്മൾ NCERT ലൈൻ ബൈ ലൈൻ നോക്കിയാൽ മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ട്. അത് വിശദമായിട്ട് ആ ലൈവിൽ സംസാരിക്കുന്നുണ്ടാവും. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, വേവ് ട്യൂബ്സ് നമ്മൾ അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഇതൊരു ദിവസം നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അത് നിങ്ങൾക്കറിയാം ഐൻസ്റ്റീൻ ആണ് പ്രൂവ് ചെയ്തത്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് NCERT. പിന്നെ അതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ H nu = h0 + ½ mv² അല്ലേ? ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. 13ലധികം ചോദ്യങ്ങളാണ്. കണ്ടോ നിങ്ങൾ, കുഞ്ഞു കുഞ്ഞു ടോപ്പിക്ക് നോക്കൂ. റയോപ്റ്റിക്സ് ഫ്ലൂയിഡ്സോ ഒന്നും ഞാൻ ഇതിൽ കൊണ്ടുവന്നതേ ഇല്ല. കാരണം ചെറിയൊരു അനാലിസിസ് എടുക്കുന്ന സമയത്തുള്ള കാര്യമാണെന്ന് പറയുന്നത്. ഫ്ലൂയിഡ്സ് എന്ന് ചോദ്യമേ ചോദിക്കില്ലെന്ന് ഞാൻ പ്രഡിക്റ്റ് ചെയ്തെന്ന് പറയരുത്. എനിക്ക് പ്രഡിക്റ്റ് ചെയ്യുന്നതിനോട് തീരെ താല്പര്യമില്ല. ഈ അവസാന സമയങ്ങളിൽ ബുദ്ധിമുട്ടുന്ന കുട്ടികൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ ജസ്റ്റ് കാണിച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ വ്യാപകമായിട്ട് നടത്തുന്ന ബോർഡ് എക്സാം തലേന്നൊക്കെ നടത്തുന്ന പ്രഡിക്ഷൻ പ്രഹസനങ്ങളോട് എപ്പോഴും ഓപ്പോസിറ്റായിട്ട് പ്രതികരിക്കാറുള്ള ആളാണ് ഞാൻ. നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്യുകയല്ല, ഫാക്റ്റ് മുന്നിൽ വെക്കുകയാണ്. പണ്ട് ഇങ്ങനെയാണ് ചോദിച്ചിരുന്നത് എന്ന് ജസ്റ്റ് പറയുകയാണ്. ഇത് മാത്രമേ ചോദിക്കുന്നു ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇനി അടുത്ത വർഷത്തെ ഒരു നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒറ്റ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിലും ഞാൻ അതിന് റെസ്പോൺസിബിൾ അല്ല. കഴിഞ്ഞ വർഷങ്ങളിലെ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഏറ്റവും ഹോട്ടായിട്ട് കണ്ട ടോപ്പിക്കുകൾ ഇതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് അടുത്തത് നമുക്ക് നോക്കാം. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അത് മാക്രോസ്കോപ്പിക്കിൽ പറ്റില്ല എന്നും മൈക്രോസ്കോപ്പിക്കിൽ മാത്രമേ പറ്റൂ എന്നും അതിൻ്റെ ഒരു ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള രസകരമായിട്ടുള്ള ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് മാത്രം എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസിലേക്കൊക്കെ കൊണ്ടുപോയി. പണ്ട് ഡേവിസൺ ആൻഡ് ജേമർ എക്സ്പെരിമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. പക്ഷേ ആ എക്സ്പെരിമെൻറ്റിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങൾ ഉൾക്കൊണ്ട ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇതിനെ വേവ് ഓപ്റ്റിക്സിലൊക്കെ കണക്ട് ചെയ്ത ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ബോർ തിയറി ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഡിഫറൻഷ്യൽ, ഇത് ആറ്റം പറഞ്ഞ ചാപ്റ്ററാണിത്. ചാപ്റ്റർ ബ്യൂട്ടിഫുൾ ചാപ്റ്ററാണ്. നല്ല ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് ഓർത്ത് വെക്കുന്ന ഒരു രൂപം പറയാം. അത് വെച്ചിട്ടുള്ള രസകരമായ ക്വസ്റ്റ്യൻസ് പറയാം. ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് കുറേ വരുന്ന ചാപ്റ്ററാണ് ആറ്റം. സപ്പോസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തുടങ്ങും. ഉടനെ നമ്മൾ പഠിച്ചു വെച്ച ഇക്വേഷൻ പിന്നെ അവിടെ പെട്ടിയിൽ മടക്കി വെച്ചേക്കണം. കാരണം ആ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. R proportional to n² അല്ല എപ്പോഴും. കാരണം അത് നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ്, അതായത് ഇലക്ട്രോണിന് കറങ്ങാൻ വേണ്ട ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോഴുള്ള കുറേ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു വെച്ചത്. ഇവർ പല വർഷങ്ങളിലെ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലും പല കോമ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലും നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് മറ്റു ഫോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയും. നമ്മൾ പഠിച്ച എനർജീൻ്റെയും റേഡിയസിൻ്റെയും എല്ലാ ഇക്വേഷൻസും നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അതിനെ മാറ്റിയിട്ട് വേറൊരു ഫിക്റ്റീഷ്യസ് ഫോഴ്സോ ഡി-അലംബേർട്സ് ഫോഴ്സോ ഇതൊക്കെ വെറുതെ പറയുന്നതാണ് ഒരു സ്യൂഡോ ഫോഴ്സ്. ഏതോ ഒരു ഫോഴ്സ് കൊണ്ടുവന്ന് അതാണ് ഇനി സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനനുസരിച്ച് അതിനെ മൗൾഡ് ചെയ്യാനും ക്വസ്റ്റ്യനെ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റണം. അപ്പോൾ ആറ്റും ഒരു ബ്യൂട്ടിഫുൾ ചാപ്റ്ററാണ്. അതിൽ അടിപൊളിയായ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലോജിക് ഗേറ്റ്.
ലോജിക്കേറ്റ് പിന്നെ ഇതിൻ്റെ ഒരു പിന്നെ അനിവാര്യമായ ഭാഗമാണ്. ലോജിക്കേറ്റ് എന്ന് ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു വർഷവും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ലോജിക്കേറ്റ് ഓരോന്നും കണ്ടാൽ ഫിഗർ കണ്ടാൽ തന്നെ ആൻസർ പറയാനൊക്കെ ഉള്ള രൂപത്തിൽ ലോജിക്കേറ്റ്സ് നമുക്ക് കീറി മുറിക്കാൻ പറ്റും. അത് ചോദ്യം ഇടുന്ന ആളെ ഒന്ന് മുൻകൂട്ടി കണ്ട് അയാൾ ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. അങ്ങനെ അയാൾ ചിന്തിച്ചില്ലെങ്കിലും കോൺസെപ്റ്റ് നന്നായിട്ട് അറിയാമെങ്കിൽ അയാൾ ഏത് നിലവാരത്തിൽ ചോദിച്ചാലും ഉള്ള രൂപത്തിലേക്ക് നമുക്ക് അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ ഒട്ടും പഠിക്കാത്ത ആളുകൾ ഈ 30 ടോപ്പിക്കുകളിൽ ഫോക്കസ് ചെയ്ത് അവർക്ക് 45 മാർക്കും എന്ന് ഞാൻ പറയുന്നില്ല. നേരെ മറിച്ച് അവർ വളരെ ലോ ലെവലിൽ നിന്ന് വളരെ പെട്ടെന്ന് ഉയർന്നു വരാൻ അവർക്കൊരു കോൺഫിഡൻസും കൂടി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു ഹൈ കിട്ടാൻ നമുക്ക് ചെയ്യാവുന്ന ഫോക്കസ് ചെയ്യാവുന്ന ടോപ്പിക്കുകളാണ് ഇത്. ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ടോപ്പിക്കുകളിൽ ബേസിൽ നിന്ന് ടോപ്പ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ലൈവുകളുമായിട്ട് നമ്മൾ വരുന്നുണ്ടാവും. സോ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഈ ചാനലിൽ വരുമ്പോൾ നിങ്ങൾക്കത് അവൈലബിൾ ആവുന്നുണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻസും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുകയും ചെയ്യുക.